അപ്പോൾ ദേ നമ്മൾ രാവിലെ കോട്ടയം ജില്ലയിലെ മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് വരണം, എന്നാലേ നല്ല രീതിക്ക് ആമ്പലൊക്കെ കണ്ട് ആമ്പൽപ്പാടമൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു 7 മണിയായപ്പോൾ എത്തി. 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ആമ്പൽപ്പൂ ഇങ്ങനെ ചുക്കി മുട്ടിൻ്റെ രൂപത്തിലേക്ക് പിന്നെയും പോവും. അപ്പോൾ പിന്നെ നമുക്ക് വന്നിട്ട് നല്ല രീതിക്ക് പൂ കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ മെയിനായിട്ട് നമ്മളിത് ഇവിടെ പൂവ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ പൂവൊക്കെ മേടിച്ചിട്ടാണ് അകത്തേക്ക് പോകണേ. അവരിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി പേര് വള്ളത്തിലേക്ക് വന്ന് കുറേ പൂവൊക്കെ പറിച്ച് അവിടുത്തെ പൂവൊക്കെ കുറഞ്ഞു വരില്ല. അപ്പോൾ ആൾക്കാർ പിന്നെ കാണാൻ വരുന്നവർക്ക് ഒന്നും കാണാനില്ലാത്തൊരവസ്ഥയാകും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പൂവൊക്കെ മേടിച്ച് 30 രൂപ 50 രൂപയൊക്കെ ആയിട്ടാണ് ഓരോ കെട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ 30 രൂപയ്ക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പൂ മേടിച്ചിട്ട് ഉള്ളിലേക്ക് പോകും. അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പൂവൊക്കെ പറിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇത് നേരത്തെയൊക്കെ ആൾക്കാർ വന്ന് കുറേ പൂവൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് കുറഞ്ഞ് അത് കാരണമാണ് അവരിപ്പോൾ ഇങ്ങനെ ആക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വള്ളത്തിലേക്ക് പോവാണ്. നമ്മൾ കുറേ വള്ളം രാവിലെ വന്നിവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ വന്നേക്കുന്നത്, അത് കാരണം ആൾക്കാരുടെ തിരക്ക് കുറവുണ്ട്. അപ്പോൾ ഒരു വള്ളത്തിന് 1000 രൂപയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ 2 പേരേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളൊരു കുഞ്ഞു വള്ളം എടുത്ത് 1000 രൂപ അങ്ങനെ പോവാണ് കേട്ടോ. ഗ്രൂപ്പായിട്ട് ഫാമിലിയായിട്ട് വരുന്നവർക്ക് അല്ലാതെ ആ ഫാമിലിക്ക് ഒരു വള്ളത്തിന് 1000 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ എല്ലാ ഫാമിലി ആയത് കാരണം നമുക്ക് വേറെ വള്ളം എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു കുഞ്ഞു വള്ളം എടുത്ത് അങ്ങനെ പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ വള്ളം വന്നിട്ടുണ്ട്. 2 വള്ളത്തിൽ കയറാൻ പോവാണ്. അങ്ങ് അറ്റത്ത് വരെ പോകുന്നതിന് 1000 രൂപയാണ്. അപ്പോൾ അതായത് വള്ളത്തിൽ കയറുന്നത് കുറേ നാളിന് ശേഷം കേട്ടോ വള്ളത്തിൽ കയറുന്നത്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും എന്നൊക്കെ കേട്ടോ. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സമയത്തിന് അവിടെ പോയി കാണാൻ പറ്റുമോയെന്നറിയില്ല, അത് കാരണം നമ്മൾ വർക്കിംഗ് ഡേയിലാണ് വന്നത്. ഈ വള്ളം പോകുന്നതിൻ്റെ 2 സൈഡിലായിട്ടും നമുക്കിതുപോലെ ആമ്പൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന കാണും. നമ്മൾ ഈ വള്ളം പോയി അവിടെ റോഡ് പോലെ ഫോം ആയതാണ്. അവിടെ അടുത്തൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ഓണ സമയത്തൊക്കെ കല്യാണം നടക്കുന്നതുകൊണ്ട് മിക്കവാറൊക്കെ ഫോട്ടോഷൂട്ട് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. സേവ് ദ ഡേറ്റ് അവിടെ എടുത്തോണ്ടിരിക്കുക. ഇത് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇത് അത് അമ്പലമാണ്. ഇതിപ്പോ നെൽപ്പാടമാണ് കേട്ടോ. നെൽപ്പാടം നമ്മൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ആമ്പലിന്റെ ഇതിലേക്ക് വന്നിരിക്കും. ഓണം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് പിന്നെ നെല്ലാവും. നെല്ല് കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആമ്പലിന്റെ വിത്തിട്ട് ആമ്പൽ സെറ്റ് ചെയ്യും. ഓണം വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ പോയ സമയത്ത് തന്നെ പിന്നെയും കുറച്ച് വള്ളങ്ങൾ അവിടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മുന്നേ വന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് തിരിച്ചു വരുന്നവരുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ 3 മാസം വരെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെയൊക്കെ എന്തായാലും ഉണ്ട്. ഇത്തവണ ഇത്തിരി നേരത്തെയാണെന്നാ പറഞ്ഞു കേട്ടത്. അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂ പറിച്ച് നശിപ്പിക്കരുത്. നമുക്ക് പ്രകൃതിയായിട്ട് തന്നതാണ്. അപ്പൊ നിങ്ങൾ അത് നശിപ്പിച്ച് കളയരുത്. വരിക, കാണുക, ആസ്വദിക്കുക. നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സാധനം ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോ നിങ്ങളത് വന്ന് കണ്ട് ആസ്വദിച്ച് പോവാം. പൂ ഒന്നും പറിക്കുന്നത്. നിങ്ങൾക്ക് പൂ വേണമെന്നുണ്ടെങ്കിൽ പുറത്തവിടെ 30 രൂപയ്ക്ക് അവർ വിൽക്കുന്നുണ്ട്. അപ്പൊ അത് മേടിക്കുക. 30 രൂപയുള്ളൂ കേട്ടോ. 30 രൂപയുടെ 50 രൂപയുടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ മേടിക്കാം. നമ്മളിപ്പോ പാടത്തിന്റെ നടുക്കോട്ട് കയറിയിട്ടുണ്ട്. പാടത്തിൻ്റെ നടുക്കോട്ട് കയറിയപ്പോഴത്തേക്കും ചേട്ടൻ മോട്ടർ ഓഫ് ചെയ്ത് കേട്ടോ. പിന്നെ തുഴ വെച്ച് തുഴഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ട് പോയതേ. കൂടുതലും ഈ റെഡ് കളർ ആമ്പലായിരുന്നു കേട്ടോ കൂടുതലും. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വൈറ്റ് ഉണ്ടായിരിക്കും. അത് പക്ഷേ വളരെ കുറവാണ്. റെഡാണ് കൂടുതലും. എത്ര മാസം ഉണ്ടാവും? 3 മാസമോ?
ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ലൊരു ശാന്തതയും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് വലിയ ചൂടും വെയിലും ഒന്നും കിട്ടിയില്ല രാവിലെ ആയത് കാരണം. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 860 ഏക്കറോളം നീണ്ടു കിടക്കുന്ന പാടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് പാമ്പലായിട്ട് നിൽക്കുവാണ്. സൂപ്പർ, നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഇത് വിത്തിടുന്നതല്ല കേട്ടോ. ഞാൻ നേരത്തെ വിത്തിടുന്നതാന്ന് പറഞ്ഞു. വിത്തിടുന്നതല്ല, ഓൾറെഡി ഇവിടെ ഉണ്ടാവും അതിന്റെ ആ കിഴങ്ങ് പോലത്തെ സാധനം. അപ്പൊ വെള്ളം കയറുമ്പോഴത്തേക്കും തനിയെ വരുന്ന കേട്ടോ. വിത്തിട്ട് കൃഷി ചെയ്തെടുക്കുന്നതെന്നല്ല. ഇത് ഈ പാടത്ത് ചേട്ടാ ഇത് ഉഴുതൊക്കെ കഴിയുമ്പോ ഇതിന്റെ ഇതൊക്കെ പോവില്ലേ? വെള്ളം കയറുമ്പോൾ ഓ, അപ്പൊ വിത്തിടുന്നതല്ലേ ചേട്ടാ? ആണോ? ആ ഹാ ഇതിന്റെ ചെവിടുന്ന് ഇതിനൊരു കായുണ്ട്. ആ കായെല്ലാം കിളിക്കണം. ആ ഹാ ചെവിട് നമ്മുടെ കാച്ചിന് പോലെ. ഓ അത് ഈ വാരിക്കും പറഞ്ഞാലും ആ ചെറിയ വരി കിടന്നാലും ഹാ 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 ഒരു 10 മണിയൊക്കെ ആകുമ്പോ പാടുമായിരിക്കും. 10 മണിയൊക്കെ ആകുമ്പോ അറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട്. ഇത് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞു വന്നു കഴിയുമ്പോ ഇപ്പൊ ഒരു മുട്ടായി മുട്ടായി കഴിഞ്ഞാൽ ഈ റോട്ടിലോട്ട് കാണാം. എന്താ ഭംഗിയുണ്ടല്ലേ? ആരിവിടെ 6 മണി തൊട്ട് തുടങ്ങുന്നു. ഇത് 10 മണി വരെ. പിന്നെ ആരെങ്കിലും വന്നിട്ടിരിക്കും. ആ അപ്പൊ നിങ്ങള് പിന്നെ കൊണ്ടുവരും അവരെ? കൊണ്ടുവരും. അവര് കയറുന്നവർ പോലും. ആ ഹാ ആ ഹാ ഈ ഫുൾ പാടം കൃഷി ചെയ്യും അല്ലേ? മൊത്തം കൃഷി ചെയ്യുന്നു. 860 ഏക്കർ. 860 ഏക്കർ അല്ലേ? ആ ഒറ്റ കൃഷി ഉണ്ടാവൂല. ഇത് പല ആൾക്കാരുടെ ആയിരിക്കും. ഓരോ വ്യക്തികളുടെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൃഷി ഇറക്കുന്നുണ്ട്. അത് സർക്കാർ ഇത് കൊടുക്കുന്നതല്ലേ വെള്ളം പറ്റിക്കാൻ മോട്ടർ നടത്തുന്നതിന് അതൊരു സർക്കാരാണ്. ചെറിയ നേർമ ഇതിന് കൊടുക്കും. അത് അമ്പലമാണോ? അതാ വലിയ ജീവിതം. ഓ, അവിടെ മറ്റേ വള്ളത്തിലേ വരാൻ പറ്റുള്ളൂ. അല്ല വഴിയുണ്ടോ? ചെറുവഴി ചെറിയുണ്ടല്ലേ അവിടെ? ഇപ്പം നമ്മുടെ വള്ളം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ പാടത്തിൻ്റെ ഒത്ത നടുക്ക് വള്ളത്തിലിരിക്കുവാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നേ. ഒരു 2-3 കൊല്ലമായി തോന്നല്ലേ ഇതിപ്പോ ഇങ്ങനെ ഇത്തിരി ഫേമസ് ആയിട്ട്? അല്ല 5-6 രൂപയല്ല. നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ഈ സെൻറ്ററിൽ നമ്മുടെ ഈ വള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കാമായിട്ടുള്ളൊരു ഇതായിരുന്നു. വേറെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ വള്ളത്തിൽ. മേലോട്ട് പറയാൻ പാടില്ല. പിന്നെ
മറയ്ക്കാൻ വേണ്ടി പറത്ത് നോക്കിയതാ. ഫോട്ടോ എടുക്കാനാണെങ്കിൽ അവിടുന്ന് പൂ മേടിക്കാൻ തന്നെ ഉണ്ടാവും, അവിടുന്ന് വാങ്ങുക, വലിയ ഫോട്ടോ എടുക്കുക. നമ്മള് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോ ചേട്ടാ ഈ മോട്ടോർ ഓൺ ആക്കാത്തത് പള്ളി കൊടുക്കണ കാരണമാണോ? അതാ വന്നപ്പോ തന്നെ ചിഞ്ചൂര് കെട്ട് ആമ്പൽ വാങ്ങി. അതെ, ഞാൻ വന്നപ്പോ തന്നെ ആമ്പൽ മേടിച്ചു. ഇത് ഒരെണ്ണം ഇടുന്നു, ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. നിങ്ങൾ ആരും ഒത്തിരി ഒന്നും പറിക്കരുത്. വന്നാൽ തന്നെ ഒരെണ്ണം നശിപ്പിക്കരുത്. വന്ന് കാണുക, പോവുക. നമ്മുടെ വെള്ളം മോട്ടറിലല്ലാട്ടോ ഓർമ്മ, ചേട്ടൻ തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് നല്ല ഇതുവഴി വന്നപ്പോ മോട്ടറായിരുന്നു. ഇപ്പൊ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും ചേട്ടൻ തുഴഞ്ഞോണ്ടിരിക്കുകയാണ് വെള്ളം. പിന്നെ നമ്മുടെ ചേട്ടൻ തന്നെ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. നമ്മുടെ വള്ളം തൊഴി തന്നെ ചേട്ടൻ തന്നെ നമ്മുടെ നിന്ന് ഫോൺ വാങ്ങിച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. ഇവിടെ ഇതിപ്പോ എത്ര നാളായി ചേട്ടാ? ഞാനിപ്പോ ഒരു 3-4 ദിവസമായി. കൊറോണ സമയത്ത് മാത്രമേ മനുഷ്യനൊക്കെ ഇടയ്ക്ക് പോയത്. ചേട്ടന്റെ വീടപ്പൊ ഇവിടെ അടുത്താണോ? ഇവിടെ ഉള്ളവരല്ലേ മൊത്തം. ആ, പരിപാടികളുണ്ട്, ചെറിയൊരു വരുമാനം ആവുമല്ലോ. പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ. 5-6 വർഷമായിട്ട് ഓണം കുഴിക്കുന്നത് ഇതുകൊണ്ടാണ്. ഫോട്ടോ എടുത്തല്ലോ. ത്തിന്റെ തുഞ്ചത്തിരുന്ന് വീഡിയോ എടുക്കുന്ന ചേട്ടനും തുഞ്ചത്ത് കുറച്ചപ്പുറം മാറിയിരുന്ന് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഞാനും. കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. നിങ്ങൾ വരണം, മസ്റ്റ് ആയിട്ടും വരണം. തീരുന്നതിന് നേരത്തെ വരണം കേട്ടോ. അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൂവൊക്കെ വാടി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം കാണാം. അപ്പൊ നല്ല രസമുണ്ട്. നമ്മൾ വന്നോണ്ട് ചെറിയ മഴച്ചാറ്റലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടും കാര്യമൊന്നും ഇല്ല. അവിടെ നിന്ന് വേറെ വരുന്നുണ്ട്, കുറെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പിന്നെ ശനിയും ഞായറും അത് ശ്രദ്ധിക്കുക. ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും കേട്ടോ. അത് കാരണം വീക്ക് ഡേയ്സ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തുഴയുമ്പോഴും വെള്ളം തുഴയുമ്പോഴും മോട്ടറിൽ പോകുമ്പോഴേ രണ്ട് വൈബാ. തുഴയുമ്പോ നമുക്ക് ഇങ്ങനെ ഇളകി 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 പോവാം. ഋഷി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാത്ത കാരണം നമ്മൾ അവനെ കൊണ്ടുവന്നില്ല കേട്ടോ. കുറച്ചുകൂടെ വലുതായിട്ട് അവനെ കൊണ്ടുവരാം. അവനിത് കൊണ്ടുകൊടുക്കാം, ഇത് രണ്ടും കൊണ്ടുകൊടുക്കാം. ആ അതെ അതെ, ഇതല്ലേ മറ്റേ എന്തായിരുന്നു, സാരി വല. നമുക്കിവിടെ ഒരു മണിക്കൂറിന് മേളിൽ കിട്ടും കേട്ടോ ഈ വള്ളത്തിൽ. അപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ നിന്നൊക്കെയാണ് പോയത്. അപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായെങ്കിലേ ഉള്ളൂ. മാക്സിമം 1 മണിക്കൂർ നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോകവർ. ഇതിപ്പോൾ ഒരു തുരുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുരുത്ത് ചുറ്റി അപ്പുറ സൈഡ് പോകും. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലരിക്കിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ഒരു സ്പോട്ടുണ്ട്. അവിടെ അവർ കുറച്ച് പേര് നിന്ന് പേ ആൻഡ് പാർക്കൊക്കെ ഉണ്ട്, പിടിച്ച് നിർത്തി
ആമ്പൽപ്പൂവുണ്ട് 200 രൂപയുണ്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെ അല്ല നമ്മൾ പോകേണ്ടത്. കറക്റ്റ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ഡെസ്റ്റിനേഷനാണ്. അവിടെയാണ് ഇത്രയും ആമ്പലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് മാറി ആരും ആദ്യത്തെ സ്പോട്ടിൽ ഇറങ്ങരുത്. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് വന്നിട്ട് സെക്കൻഡ് സ്പോട്ടിൽ വേണം ഇറങ്ങാൻ. പലരും ആദ്യത്തെ സ്പോട്ടിൽ വന്നിട്ട് ആമ്പൽപ്പാടം ആമ്പൽപ്പൂക്കളൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കത് മാറിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെക്കൻഡ് സ്പോട്ടിൽ തന്നെ വരാൻ ശ്രമിക്കാം. വെയിറ്റ് കാണാം, വെയിറ്റ്. അപ്പഴാ നമ്മള് തിരിച്ചു പോകട്ടോ. നമ്മുടെ ചേട്ടൻ സൂപ്പറായിരുന്നു കേട്ടോ, വിജയേട്ടൻ എല്ലാം പറഞ്ഞൊക്കെ തന്ന് കൊണ്ടുപോയി സൂപ്പറായിട്ട് നമ്മളെ തിരിച്ചെത്തിച്ച് തിരിച്ചു പോയി. ഇപ്പൊ ആൾക്കാരൊക്കെ കുറഞ്ഞു കേട്ടോ. ഇപ്പൊ സമയം നമ്മള് 1 മണിക്കൂർ കേട്ടോ, 1 മണിക്കൂർ കൂടുതൽ എടുത്ത് കാണും. ഇപ്പൊ കുറെ ആൾക്കാർ വന്ന് വെയില് തുടങ്ങി. അപ്പൊ പിന്നെ ഇനി വന്നിട്ട് കാര്യമില്ല, ഇതെല്ലാം വാടിയല്ല തിരിച്ചു മൊട്ടുപോലാവും. അപ്പൊ ഇനി നാളെ രാവിലെ അടുത്ത സ്റ്റാർട്ട് ചെയ്യും. ഇനി കുറച്ചൊരു 1/4 മണിക്കൂറും കൂടെ ഉണ്ടാവും കേട്ടല്ലേ.